ഹായ്, ലിസ്യാസ് ജേർണലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കണ്ട തുർക്കിയുടെ 4ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഐറിസ് ഹോട്ടലിൽ നിന്ന് പെർഗമോസിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ ദിവസവും രാവിലെ ബസ്സിൽ കയറി തന്നെയായിരുന്നു യാത്ര. ഓരോ സ്ഥലങ്ങളിലേക്കും 200 കിലോമീറ്ററിലധികം ഞങ്ങൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഈ കാഴ്ചകൾ ഞങ്ങളോടൊപ്പം നിങ്ങളും കാണുക. കാരണം ഓരോ സ്ഥലത്തിനും ഓരോ പ്രകൃതി ഭംഗിയാണ്. ഞങ്ങൾ ആദ്യം ഇസ്താംബുളായിരുന്നു, പിന്നെ ചനക്കല വന്നു, ഇപ്പം പെർഗമം ഇപ്പോഴത്തെ ബർഗം. കടലോരവും സമനിലങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ ചെറിയ ചെറിയ മലകളും കഴിഞ്ഞപ്പോൾ വലിയ മലകളൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. സത്യം പറയാമല്ലോ, ഇതിലൊരു ഭാഗവും അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല. എങ്കിലും സങ്കടത്തോടെ ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇത്രയും ദൂരം ഇത്രയും പണം ചിലവാക്കി നമ്മൾ കണ്ട സ്ഥലം എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും പോയി കാണുവാനൊന്നും ഭാഗ്യം ലഭിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ കണ്ട സ്ഥലം നിങ്ങളും കൂടെ കാണട്ടെ എന്ന് കരുതി ഞാനിത് പകർത്തുകയുണ്ടായി. 1.5 മണിക്കൂറത്തെ ബസ് യാത്രയ്ക്ക് ശേഷം വാഷ്റൂമിൽ പോകാനായിട്ട് കൊണ്ടു നിർത്തിയ സ്ഥലമാണ്. അവിടെ ഈ ഒലിവ് മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. ഒലിവ് മരം അടുത്ത് കാണിക്കാൻ പറ്റി. അതിൻ്റെ പൂക്കൾ കണ്ടോ? ഇതിൻ്റെ കായ്കൾ അങ്ങോട്ടായില്ല. കായായി വരുമ്പോഴത്തേക്ക് ചിലത് വയലറ്റ് കളറിലും ചിലത് പച്ച കളറിലും കാണാറുണ്ട്. ഇത് കണ്ടോ, വർഷങ്ങൾ പഴക്കമുള്ള മരം. അത് വെട്ടി കളഞ്ഞിട്ടും അതിൽ നിന്നും തൈകളുണ്ടായി പൂക്കളുണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ ഇത്ര അടുത്ത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എല്ലാവരും കണ്ടോട്ടെ എന്ന് കണ്ട് എടുത്തതാണ്. ഞങ്ങൾ ഇസ്രായേലിൽ പോയപ്പോഴേ ജീസസിൻ്റെ സമയത്തുള്ള ഒലിവ് മരം കണ്ടു. ചെറിയൊരു മിനി സ്റ്റോറിലായിരുന്നു ഞങ്ങൾ വാഷ്റൂമിൽ കയറിയത്. വീണ്ടും സുന്ദരമായ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങി. ടർക്കിയിലെ ട്രാഫിക് പോലീസിനെ കണ്ടില്ലെന്ന് വരണ്ട. ഇതാണ് അവിടുത്തെ ട്രാഫിക് പോലീസ്. ഇടയ്ക്ക് എന്തോ ചെക്കിങ്ങിന് വേണ്ടി വന്നതാണ്. ഉടനെ തന്നെ ഞങ്ങളെ വിടുകയും ചെയ്തു. ഈ വീഡിയോയിൽ ടർക്കി ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് തെറ്റായി ഞാൻ പറഞ്ഞതിൽ ഖേദിക്കുന്നു. AK പാർട്ടി എന്നറിയപ്പെടുന്ന ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി തുർക്കിയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ്. പരമ്പരാഗതമായ ചിന്താഗതി പുലർത്തുന്ന ഈ പാർട്ടി എന്നാൽ തുറന്ന കമ്പോള വ്യവസ്ഥയെയും തുർക്കിയുടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനത്തെയും അനുകൂലിക്കുന്നു. ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണത് കേട്ടോ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനി ഞങ്ങൾ പോകുന്ന വഴിയിൽ കാണുന്നുണ്ടായിരുന്നു. ഈ ഓട്ടോമൊബൈൽ കമ്പനി തന്നെ ഒരു വാസ്റ്റ് ഏരിയയിലുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇത്രയാക്കിയതാണ്. അപ്പോസ്തലനായ യോഹന്നാനുണ്ടായ വെളിപാടിൽ 7 സഭകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. 1 എഫെസോസ്, 2 സ്മിർന, 3 പെർഗമോസ്, 4 തുയതൈര, 5 സർദീസ്, 6 ഫിലാഡൽഫിയ, 7 ലവോദിക്ക. ഇങ്ങനെ ഈ 7 സഭകളിൽ ആദ്യം ഞങ്ങൾ പോയത് ഇസ്മീറിലെ പെർഗമോസിലേക്കാണ്. ദ ബുക്ക് ഓഫ് റെവലേഷൻ 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള ഭാഗത്ത് പെർഗമോസ് സഭയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇത് ദൈവനിയോഗമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കുവാനും മനസ്സിലാക്കുവാനും പൗലോസ് അപ്പോസ്തലനും യോഹന്നാനും ഒക്കെ സഞ്ചരിച്ച അഥവാ പ്രസംഗിച്ച ഇടങ്ങളിൽ ഞങ്ങൾക്ക് എത്തുവാനും സാധിച്ചത് ദൈവനിയോഗം അല്ലാതെ എന്താ? ആ പൗലോസിനോട് ചേർന്ന് സുവിശേഷത്തെക്കുറിച്ച് എനിക്കും ലജ്ജയില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അവിടെ പോയി കാണുവാൻ സാധിച്ചെന്നൊന്നും വരത്തില്ല. എന്നാൽ ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾക്കും കൂടി പകർന്നു തരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എത്ര എഡിറ്റ് ചെയ്തിട്ട് അല്പം നീണ്ടുപോയതായി തോന്നുന്നുണ്ട്. സദയം ക്ഷമിക്കണേ. സമയമുള്ളതുപോലെ കണ്ടാൽ മതി. ചരിത്രങ്ങൾ ഒരുപാടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടത് പകർത്തിയത് ഒക്കെ നിങ്ങളും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നതെല്ലാം സത്യമാണെന്നുള്ളതിൻ്റെ തെളിവാണല്ലേ ഇതും. 2000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡനങ്ങളും മറ്റും ആ പഴയ സ്മാരകങ്ങൾ കാട്ടിത്തന്നപ്പോൾ ഞങ്ങളുടെ ഗൈഡ് അതൊക്കെ വിവരിക്കുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. നമ്മൾ ബർഗമ എന്ന സിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളും പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ബോർഡ് വായിച്ചെടുക്കാനൊന്നും നമുക്ക് പ്രയാസമായിരുന്നു.
ഇങ്ങനെ കാണുമ്പോൾ ചിലതെല്ലാം നമുക്ക് മനസ്സിലാകും ഇത് എന്തോ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെന്നുള്ളത്. വളരെ സുന്ദരമായ ഒരു സ്ഥലമാണിത്. കണ്ടില്ല, അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇതൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ പേരൊന്നും വായിച്ചെടുക്കാൻ പെട്ടെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇത് പെർഗമോസില. ഇത് ഈ വണ്ടി തിരിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾ എത്തേണ്ട സ്ഥാനത്തെത്തി. അത് ദൂരെ നിന്ന് തന്നെ നമ്മൾ ആ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി, പെർഗമോസിൽ. ഇവിടുന്ന് കേബിൾ കാറിൽ വേണം കയറി പോകാൻ. ഒരു കേബിൾ കാറിൽ 8 പേർക്ക് ഇരിക്കത്തക്ക വിധത്തിലാണ്. അപ്പം 5 കേബിൾ കാർ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുകളിലെത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെയുണ്ട്, ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അധികം ദൂരമൊന്നുമില്ല. അല്ല, ഇത് അതിന്റെ ചക്രം തല മാത്രം പറഞ്ഞ ഇത് എന്തോത്ര ഇരിക്കുന്നൊന്നും കാണത്തില്ല. പണ്ട് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. സിംഗപ്പൂരിലെ ചെന്നപ്പോഴേ സിംഗപ്പൂരിൽ വെച്ച് ഇതുപോലൊരു തടി ബെഞ്ച് കയറ്റിയിരുത്തി ലോക്ക് കിട്ടും. മോളുണ്ട് കൂടെ, അതുകൊണ്ട് ഞങ്ങൾ കേറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ വലിയ വനത്തിന്റെ പുറത്തോട്ട് താഴോട്ട് നോക്കിയപ്പോൾ ഒരു അന്തമില്ലാത്ത സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ പേടിച്ച് വിറച്ചിരിക്കുമ്പോ ഒരു ഫോട്ടോ നമ്മൾ എടുക്കും, ഈ വിറച്ചിരിക്കുന്നത്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പ്രിന്റ് ചെയ്ത് തരും. അവള് പറഞ്ഞു, പപ്പ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു ഇറങ്ങി പോകുന്ന പോക്കുണ്ട്. അതുപോലെ തന്നെ ഈ പോകുന്നത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളു. അങ്ങോട്ട് സിക്കിമില് അത് കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു. ഇല്ല, മറ്റേ സിംഗപ്പൂരിൽ സന്തോഷിയ ഇതുപോലെ പോകുന്നത്. അതിങ്ങനെ വെള്ളത്തിന് നല്ല രസമാണ്. പെർഗമം അക്രോപോളിസിന്റെ ഒരു ലേ ഔട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓ കറക്റ്റ്, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോയിലൊക്കെ. ആ മോഡൽ കാണിച്ചിരുന്ന അത്രയും കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ കല്ലും കട്ടകളും മാത്രമേ ഉള്ളൂ. ഇപ്പം തീരെ ഇല്ലാതെ പോയ സ്ഥലമൊക്കെ അവർ മോഡൽ പോലെ റീമേക്ക് ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നുമുണ്ട്. വെറും 1500 1400 അടി ഉയരത്തിൽ ഞങ്ങൾ ആ കേബിൾ കാറിൽ വന്നുള്ളൂ. അവിടെ നിന്ന് വീണ്ടും കയറ്റം കയറിയാണ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ശ്വാസം മുട്ടിയാണ് മുകളിലോട്ട് നടന്ന്. നിങ്ങൾക്കറിയാമല്ലോ, 2 ജൂനിയർ ആൾക്കാർ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, 2 കുഞ്ഞു മക്കൾ. ബാക്കിയുള്ളവരെല്ലാം 50-ന് മുകളിലുള്ളവരാണ്. അപ്പോൾ യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മുകളിലെത്തിയത് തന്നെ. പ്രായമേറിയത് കൊണ്ടും ഇനിയൊരു വരവ് നടക്കില്ല എന്നുള്ളത് കൊണ്ടും ആയിരിക്കും എല്ലാവർക്കും വളരെ ഉത്സാഹമായിരുന്നു ഇതൊക്കെ കാണാനും. ഈ മലകൾ ഇനി നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് വീണ്ടും ചവിട്ടി തന്നെ മുകളിലോട്ട് കയറണം. കല്ലുകളാണ് ഒരു രസം കാണാൻ അല്ലേ? എല്ലാം വെട്ടി നിർമ്മിക്കുക. അന്ന് ഓരോ ഉരുളൻ കല്ലുകൾ, നമ്മൾ പിരമിഡിൻ്റെ കല്ല് പറഞ്ഞ പോലെ. ഇവിടെയുണ്ട് പോപ്പി ഇതാ പോപ്പി. അല്ല, അതല്ല, നമ്മുടെ സഭയുണ്ടായിരുന്നല്ലോ ഇവിടെ. അതിനെപ്പറ്റിയല്ലേ ഇനി സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ത്രോൺ ഓഫ് സേത്താൻ. അത് ഞാൻ എടുത്തു വന്നപ്പോഴത്തേക്കാണ് തിരിഞ്ഞുപോയി. അന്നേരം ഇതെന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയത്. ഇതിപ്പോൾ ഞങ്ങൾ ആ ത്രോൺ ഓഫ് സേത്താൻ്റെ ആ കെട്ടിടത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ താഴോട്ട്
ഫോട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ അതിനകത്തൂടെ കയറി പുറത്ത് വരികയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആക്സെൻറ്റിൻ്റെ പ്രശ്നമാണ്, അല്ലാതൊന്നുമല്ല. ഇവിടെയും കല്ലുകൾ ഇനി എന്താ അന്നത്തെ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് വെള്ളക്കല്ലാന്നല്ലോ ഇതെല്ലാം. എടാ ബൗബോ, ഞങ്ങളുടെ ഇതിലൊന്നും ഒന്നുമില്ല ബൗബോവേ. ചിലർക്ക് പട്ടീന്ന് വിളിച്ചെന്നും പറഞ്ഞാൽ ആരാണ്ട് തമ്മിൽ കത്തിക്കുത്തുണ്ടായത്. അതുകൊണ്ട് നമ്മൾ പട്ടീന്ന് വിളിക്കത്തില്ല, ബൗബോ എന്നേ വിളിക്കത്തുള്ളൂ. അതെ, അതിനകത്തോട്ട് ആ ബൗബോ ഉണ്ടല്ലോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിനപ്പുറത്തോട്ട് ഉണ്ട്, അവിടെ വെച്ച് ചുമ്മാ മിട്ടി വെച്ച് അടച്ചേക്കുന്നേ ഉള്ളൂ. കണ്ടോ, അപ്പുറത്തോട്ട് പാസ്. ഇത് BC കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളല്ലല്ലോ, അതുകൊണ്ട് എത്ര വർഷം പഴക്കം അങ്ങനെയൊന്നും അന്വേഷിക്കാനും പോയില്ല. ഇത് കാണുക, പോരുക, അത്ര തന്നെ. ഇപ്പോൾ ഇഷ്ടികല്ലേ ഉള്ളൂ, ഇഷ്ടികല്ലേ ഉള്ളൂ. നീ സ്റ്റെപ്പ് കയറാൻ നിൽക്കുമോ? ഞങ്ങൾ കയറിയിട്ട് കയറുന്നുള്ളോ? ഇത് നമ്മൾ കയറിയിട്ടേ കയറത്തുള്ളൂ. കണ്ടോ, ഇത്രയും പേരും കയറിയിട്ടേ കയറത്തുള്ളൂ. വളരെ പൊക്കത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് സുന്ദരമായ കാഴ്ചകൾ, സിറ്റി, ഞങ്ങൾ വന്ന റോഡ്, അതെല്ലാം കാണാം. അതിനൊപ്പം തന്നെ ഇടതുഭാഗത്തോട്ട് ഒരു കാഴ്ചയുണ്ട്. അതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. അന്നേരം ഇത് മനസ്സിലാകുന്നില്ല അതെന്തുവാണെന്ന്. പിന്നീടാണ് ഇത് ക്യാമറ തിരിച്ച് പോയപ്പോഴാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെലനിസ്റ്റിക് തിയേറ്റർ, ആംഫി തിയേറ്റർ ആണെന്ന് മനസ്സിലാകുന്നത്. ഡയോണിസസ് ടെമ്പിൾ ഇതിനടുത്ത് സ്ഥിതി ചെയ്തിരുന്നതിനാൽ ഇതിനെ ഡയോണിസസ് തിയേറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. 10,000 പേർക്ക് ഇരിക്കത്തക്ക അറേഞ്ച്മെൻറ്റ്സ് ഉള്ള ഒരു ആംഫി തിയേറ്ററാണ് ഇത്. ത്രോൺ ഓഫ് സേറ്റൻ കഴിഞ്ഞാൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തിയേറ്റർ ഓഫ് ഡയോണിസസ്. കാറ്റ് അതിഭയങ്കരമാണ്, പറന്നു പോകുമെന്നാണ് തോന്നിക്കുന്നത്. വീണ്ടും മല കയറിയാണ് അടുത്ത ലെവലിലേക്ക് എത്തിയത്. വളരെ ഒന്ന് ശ്വാസം മുട്ടി തന്നെയാണ് മുകളിലോട്ട് കയറുന്നത്. ഗ്രേറ്റ് ലൈബ്രറി, അഥേന ടെമ്പിൾ മുതലായ സ്ഥലത്തേക്കാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാറിന് ഫോട്ടോഗ്രാഫിയിൽ കാണുന്ന സ്ഥലം, ഫോട്ടോഗ്രാഫിയാണ് നമ്മളിതിൻ്റെ ബർഗമോസിൻ്റെ ഇതെടുത്താകില്ലേ, ഇതാ കാണുന്നത് ഈ ഭാഗം. BC കാലഘട്ടത്തിൽ ഏകദേശം 2 ലക്ഷം ബുക്സ് ഈ ഗ്രേറ്റ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓ, വാട്ട് എ ഗ്രേറ്റ് ലൈബ്രറി. ആണോടാ, നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടല്ലോ. എന്തോ സൈസാപ്പ. ലൈബ്രറിയുടെ ഫ്രണ്ടിലായി കാണുന്നത് ട്രാജൻ ടെമ്പിൾ ഓഫ് ട്രാജൻ. അതുപോലെ തന്നെ അഥേന ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. വേറെയും ടെമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം നമുക്കങ്ങോട്ട് മനസ്സിലാവത്തില്ല. ഈ ഫ്രണ്ടിൽ കാണുന്നത് ട്രാജൻ ടെമ്പിളാണ്. അതിൻ്റെ ബോർഡ് നമുക്ക് അപ്പുറത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കാം അങ്ങോട്ട്.
ഉണ്ടാക്കിയിട്ടിരിക്കുന്ന നമ്മൾ ഈ കാണുന്ന കല്ലുകളെല്ലാം ഇവിടുത്തെ പഴയ കല്ലുകൾ തന്നെയാണ്. ഇതിൽ പണ്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ നിന്ന് വേണം. ഇപ്പോൾ അവർ വെച്ചിരിക്കുന്നത് ടെമ്പററി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പുറത്ത് കിടക്കുന്നതെല്ലാം പഴയ നിർമ്മിതിയുടെയാണ്. ഒരു ടൈപ്പ് പൈൻ ട്രീ ആണിത്. അതിൻ്റെ പൂക്കൾ കണ്ടോ, അതൊന്ന് ക്ലോസപ്പ് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇറങ്ങി അവൻ നമ്മളെ യാത്രയാക്കിയിട്ടേ പോകുള്ളൂ തോന്നേ. നമുക്ക് ഈ പടിയെ കൂടെ പോകാമേ. ഓ, നമ്മൾ അതുവഴിയാ പോയത്. എടാ മോനെ, നിന്റെ പേരെന്നാന്ന്? ഒരു പിടിയില്ലല്ലോ. ഗില്ലിയോ? ആരിട്ട പേരാ? ഇത് പോന്നു. ആ അയ്യോ, നമ്മൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ ആദ്യം കയറിയപ്പോൾ ഒരു മോഡൽ കണ്ടല്ലോ. ആ മോഡലിൽ കാണുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, അഥവാ ആ കെട്ടിടങ്ങൾ ഇരുന്ന ഭാഗത്തെ അത്രയും ഏരിയയിൽ അവർ ലൊക്കേറ്റ് ചെയ്ത് റീബിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അധികവും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തന്നെ പേരിട്ട ഞങ്ങളുടെ ഗില്ലിയും ഞങ്ങളുടെ കൂടെ താഴേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ പെർഗമോസിൻ്റെ കാഴ്ചകളിലേക്ക് തൽക്കാലം വിട പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കേബിൾ കാറിലേക്ക് യാത്രയായി. ഇങ്ങോട്ട് പക്ഷെ ഭയങ്കര സ്ലോ ആയിരുന്നു. യൂട്യൂബ് കണ്ടു കേട്ടോ. കണ്ടോ? ആളെ മനസ്സിലായില്ല. നൈസ്. എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? അത് തന്നെ. അതെന്ത് പറ്റി? അല്ല, അന്ന് അങ്ങനെ ഇന്നിങ്ങനെ. അത് മനുഷ്യനായ ചേഞ്ച് വേണ്ട ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങോട്ടൊന്നും ഈ സൈഡ് തന്നെയായിരുന്നു. പിന്നെ ഇതേ സ്ഥലത്തൂടെ അല്ലേ നമ്മൾ പോണതും വരുന്നത്. സെയിം സൈഡ് തന്നെ. അവിടുത്തെ എൻട്രൻസ് മാത്രം ഡിഫറെന്റ് സൈഡ് എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിടത്തല്ലേ ഇത് വെച്ചിട്ടുള്ളൂ. റോഡിന്റെ മുകളിൽ ഇതിപ്പോ നമ്മള് കേബിൾ കാറില്ല. അന്ന് എങ്ങനെയായിരിക്കും ഇവര് ഈ മലയുടെ മുകളിൽ ഈ കല്ലൊക്കെ ചവിട്ടി കയറ്റി ഉരുട്ടി കയറ്റി കൊണ്ടുപോയതല്ലേ? ഇതാ നോക്കി. അല്ല, ഇത്രയും വലിയ അവരാ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ല. ഇത്രയും അല്ലേ? ഓ, ദാ കേറി കിടക്കുന്ന കടല്. അതാ അങ്ങേര് പറഞ്ഞത്. അതിന് തൊട്ടടുത്ത് കടലാന്ന് നോക്കണം. അതാണ് അങ്ങേര് പറഞ്ഞത്. എന്നുവെച്ചാൽ എല്ലാ വശത്തുനിന്നും ഇങ്ങോട്ട് വരാൻ ഭയങ്കര. മാത്രമല്ല പുള്ളി പറഞ്ഞത് സീ ലെവലിനേക്കാളും താഴാണ് താഴ്സ്. പ്രൊട്ടക്ഷൻ ആണ്. എല്ലായിടത്തും വഴിയും വരുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ നശിപ്പിക്കണമെങ്കിൽ ഹയസ്റ്റ് പ്ലേസ് ആണെങ്കിലേ പറ്റത്തുള്ളൂ. ഓ, അത് ശരി. പിന്നെ ഇൻവൈഡേഴ്സ് ഒന്നും ഇങ്ങോട്ട് വരത്തുമില്ല. കേബിൾ അടുത്തതും എന്തെങ്കിലും മെത്തേഡുകൾ അത് കാണും. നമ്മളൊക്കെ ഇതിനകത്ത് വരും യൂട്യൂബിൽ. ഞങ്ങൾ നോക്കുന്നുണ്ടോ? പിന്നെന്താ, നിങ്ങൾ നോക്കിക്കോ. സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയോ? ഓക്കെ. വേണ്ടേ? ക്യാൻസറിനെ പറ്റി കേൾക്കണമെങ്കിൽ നേരത്തെ ചെയ്തു. അതിനിടയ്ക്ക് വെച്ചേ അവിടെ വെള്ളം ഒഴുകിപ്പോവാനായിരിക്കും ചാനലൊക്കെ ഇട്ടേക്കുന്നത്. വാട്ടർ വന്നാല്, വെള്ളം കൂടുതൽ വന്നാല് നമ്മള് പൊഴി മുറിക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിട്ട്. ചെമ്മരിയാടിനെ കണ്ടായിരുന്നോ? കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് പന്നിയാന്ന്. വലിയ പന്നി. ഇതെല്ലാം കട്ട് ചെയ്തു. ഓക്കെ. രോമം കത്തിരിച്ചത് കട്ട് ചെയ്യും. ഓ, അല്ലെ അതിന് ബുദ്ധിമുട്ടും. യെസ്. പെർഗമോസിലെ തന്നെ കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ടേ. തുടർ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ. സ്റ്റേ ബ്ലെസ്ഡ്.